ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബർത്ത്ഡേ കേക്ക് സെറ്റിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഒരു കേക്കും അതുപോലെ 5 ഡോണറ്റ് അതുപോലെ ഒരു 10 പോപ്സ് കേക്ക് പോപ്സ് ഉണ്ടാക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഒരു കളർ ഷെയ്ഡിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വ്ളോഗാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് ഡോണറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പാലും അതുപോലെ ഈസ്റ്റിൻ്റെ മിക്സ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ്ലെസ് ഡോണറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മോൾഡ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും മോൾഡാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1 kg കേക്കും അതുപോലെ തന്നെ 10 പോപ്സും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോയുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് 2 മോൾഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി 2 തവണ ബാറ്റർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരുമിച്ചൊക്കെ ഓർഡർ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. 1 kg കേക്ക് ആകുമ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് മറ്റേത് 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് 1.5 kgയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ 10 പോപ്സിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ 1.5 kgയുടെ ആ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 കപ്പ് മൈദ ആദ്യം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ. അപ്പം 1.5 ആകുമ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മാറ്റി വെച്ച മൈദക്ക് പകരമായിട്ട് 4.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പിലേക്ക് 3 ടേബിൾ സ്പൂണ് രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം 1.5 കപ്പാകുമ്പോൾ 4.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 4.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്, സോഡയല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. അതൊരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഡോണറ്റിൻ്റെ ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സമയത്താണ് ഈ കേക്കിനുള്ള സ്പോഞ്ച് ഞാൻ സ്പോഞ്ചിൻ്റെ ബാറ്റർ ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതൊരു 10 മിനിറ്റിൻ്റെ ടൈമേ ആവശ്യമുള്ളൂ അത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് റെഡിയാക്കി എടുത്താൽ മതി. ടൈം മാനേജ് ചെയ്യുന്ന രീതിയായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 6 കോഴിമുട്ടയാണ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുട്ടയിലും അതുപോലെ ബൗളിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല, എന്നാലേ ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അങ്ങനെ 6 കോഴിമുട്ട ആ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1.5 ടീസ്പൂണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണാണ് കേട്ടോ. എന്നിട്ടൊരു 40 സെക്കൻഡ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 കപ്പൊക്കെ ചേർത്ത് 1.5 കപ്പൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1.5 കിലോയ്ക്കുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 1.25 കപ്പൊക്കെ പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് നന്നായിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽട്ടായെന്ന് ഉറപ്പ് വരുത്തണം. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊക്കെ ഹാർഡായി പോവും. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1.5 kgക്കുള്ള ആ ഒരു മെഷർമെൻറ്റ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 1.5 kgൻ്റെ ആ ഒരു സ്പോഞ്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ആക്കി ചേർത്ത ശേഷം ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിലർക്ക് ബിഗിനേഴ്സിലായിട്ടുള്ള ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും 1.5 kgയുടെ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് എത്ര ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഒഴിക്കുക എന്നൊക്കെ. അപ്പോൾ 9 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചാൽ 1.5 kgയുടെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 8 ഇഞ്ചിൻ്റെ മോൾഡിലും പറ്റും. ഇതിപ്പോൾ നല്ല ഹൈറ്റുള്ള 8 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇതിലും ഞാൻ 1.5 kg ബേക്ക് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ, 8 ഇഞ്ചിൻ്റെ മോൾഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല ഹൈറ്റുള്ള 8 ഇഞ്ചിൻ്റെ മോൾഡാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ബാറ്റർ ആദ്യം 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
മോൾഡാണ്. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുത്തതാണ് ഞാൻ കേക്ക് പോപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടും. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവണൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് തട്ട് വെച്ചിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ നേരെ ഒരു പഴയൊരു പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ നേരിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിൽ ഞാൻ മുന്നേ ഒക്കെ അപ്ലോഡ് ചെയ്തതാണ് ഈ രീതിയിലൊക്കെ ബേക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ അത് രണ്ടും അങ്ങനെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഫെർമെൻ്റായിട്ട് വന്ന് അതിലേക്ക് ഞാൻ മൈദയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഡോണറ്റിന് വേണ്ടിയിട്ട്. അത് ബേക്കായി വരുന്ന ഒരു സമയത്താണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഷുഗർ സിറപ്പ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഡോണറ്റിലുള്ള ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഇതിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, പക്ഷേ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. എന്നാലേ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്ന് കറക്റ്റ് ആ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഡോണറ്റിൻ്റെ മാവ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കേക്കൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 മണിക്കൂർ ആയപ്പോഴേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇത് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് റൗണ്ട് ആക്കി കൊടുത്തിട്ടുള്ളത്, ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റ് റെസിപ്പിയാണിത്, ഒട്ടും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കണ്ടിട്ടില്ലാത്തവർ. ഈ ഒരു ഡോണറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡോണറ്റ് ഇരിക്കുന്നതെന്ന്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് റെസിപ്പിയാണ് കേട്ടോ അത്. പിന്നെ ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാൻ ഈ ഒരു ചെറിയ കേക്ക് ഉണ്ടല്ലോ 6 ഇഞ്ചിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കേക്ക് ഒന്ന് പൊടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കേക്ക് പോപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി പോപ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ചൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഗനാഷ് അല്ല കേട്ടോ, ചോക്ലേറ്റ് ആണ്, വൈറ്റ് ചോക്ലേറ്റ്. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഓവർ തണുപ്പാവരുത് കേട്ടോ. ഓവർ തണുപ്പാകുമ്പോഴാണ് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടി പോകുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എന്നോട് അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഫ്രീസറിലൊന്ന് അരമണിക്കൂർ വെക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കേക്കൊക്കെ തണുത്ത ശേഷം ഞാൻ 3 ലെയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് ലെയറാണ് ഫസ്റ്റ് വെക്കേണ്ടതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെയറും ആദ്യം വെക്കാം. ഞാനെപ്പോഴും താഴെ ലെയറാണ് ആദ്യം തന്നെ വെക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇത് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത ലെയറും വെച്ച് ഷുഗർ സിറപ്പൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ലെയറിലും ഞാൻ ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആ ഒരു ലെവലിക്ക് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ 3ാമത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നത്.
അതിനുശേഷം ബാക്കിയുള്ള ക്രീമിൽ നിന്ന് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊന്ന് ഗ്രീൻ കളറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഷെയ്ഡിലുള്ള ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ ആ ഒരു കളറ് ആ ഒരു വൈറ്റും ആ ഒരു ഗ്രീനും ആയതുകൊണ്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് ബ്ലാക്കും ഒരു ഡ്രോപ്പ് പച്ചയും എടുത്തിട്ടുണ്ട്. ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കളറിൽ കിട്ടും. അപ്പോൾ ഏതെങ്കിലും 2 കളറൊക്കെ മിക്സ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ കളറൊക്കെ കിട്ടും. എല്ലാ കളറും നമ്മൾ ജെൽ കളർ വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 വൈറ്റും ഗ്രീനും ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഗ്രീൻ കളറൊന്ന് അടിയിലൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മേലെ ലെയറായിട്ട് വൈറ്റ് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മൂന്നാമതായിട്ട് ഗ്രീന് ആ രീതിയിൽ ഇങ്ങനെ ലെയറായിട്ടാണ് കൊടുക്കുന്നത്. 2-3 ഇങ്ങനെ ഷെയ്ഡിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മേൽഭാഗത്ത് ഞാൻ വൈറ്റ് ക്രീം ചെയ്തിട്ട് അവിടെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സൈഡ് പോർഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് സൈഡൊക്കെ കിട്ടും. മേലേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഡെക്കറേഷൻസേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. 2 ഷെയ്ഡിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് മേൽഭാഗത്ത് മാത്രം ഇങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് 1:2 എന്ന റേഷ്യോയിലാണ്. അഥവാ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ക്രീം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക്, ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ്, ഡോണറ്റിനും അതുപോലെ കേക്ക് പോപ്സും ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറച്ചൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടായി പോയാൽ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് എങ്ങനെയായാലും ഇങ്ങനെ മെൽറ്റായി വരില്ല. അത് ഒരു കട്ട പോലെ ഗിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഞാൻ വൈറ്റ് ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് കുറച്ചെടുത്തിട്ടൊന്ന് ഗ്രീൻ കളറാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യം ഡോണറ്റെല്ലാം ഇങ്ങനെ ചെയ്തിടുക. അപ്പോൾ 5 ഡോണറ്റാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ 8 ഉണ്ടായിരുന്നു. അതിൽ 5 ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ മേലെ ഞാൻ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡോണറ്റ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതിൽ ഇപ്പം ഈ ഒരു ചോക്ലേറ്റ് മതിയാവില്ല. അപ്പം ഞാൻ ഇനിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇത് വെച്ചിട്ട് ആദ്യം കേക്ക് പോപ്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ എക്സസ് ആയിട്ടുള്ളതൊക്കെ അതിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെയും പെട്ടെന്ന് തന്നെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് ഫ്ലവർ വരയ്ക്കാം. അപ്പോൾ ഞാൻ 2 കളർ പൈപ്പിംഗ് ബാഗിൽ ഓൾറെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് രണ്ടും കൂടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലവർ നെയിലിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ആ ഒരു കട്ടിയില്ലാത്ത ഭാഗം മേൽഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ റോസ് ഫ്ലവർ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. ഓരോ ലെയേഴ്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ മേലെ ചെറിയൊരു ക്രീം വെച്ചിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മേലെയായിട്ട് ഓരോ ഫ്ലവറായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്ര ഫ്ലവർ വേണോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം.
നമ്മൾ ആ പൈപ്പിംഗ് ബാഗിൽ 2 കളറായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ 2 കളർ ഷെയ്ഡിലായിട്ട് നമ്മുടെ ഈ ഒരു റോസ് ഫ്ലവർ നമുക്ക് കിട്ടും. അപ്പോൾ കാണാനൊരു ഭംഗിയാണ്. പിന്നെ അതിൻ്റെ മേലെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കേക്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഷുഗർ ബോൾസ് ഒക്കെ വെച്ച് കൊടുക്കും. സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് പോർഷനിലും ഒക്കെ വെക്കുന്നുണ്ട്. ഇനി വളരെ ചെറുതായിട്ടുള്ള അതും കൂടെ കുറച്ചിങ്ങനെ ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പോപ്സും അതുപോലെ ഡോണറ്റ് എല്ലാ ഡെക്കറേഷൻസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതുപോലെ കേക്കിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. ആ ഒരു പേരും അതുപോലെ ഏജും ഒക്കെ കൊടുത്തിട്ടുള്ള ടോപ്പറാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്